ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വനിതകളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് ഒക്കെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കി കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്, അവരുടെ കൂടെ അവകാശങ്ങളാണ് നമ്മൾ പറയുന്നത്. അതാരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തത് വയോജന സംരക്ഷണ നിയമം. നമ്മൾ ആദ്യം വനിതകളെയും പറഞ്ഞു, കുട്ടികളെയും പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ആരാണ്? വയോജനങ്ങൾ, അതായത് മുതിർന്ന പൗരന്മാർ. അത് കഴിഞ്ഞാൽ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം. ദുർബല വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂനപക്ഷമോ അല്ലെങ്കിൽ SC/STക്കാരോ അവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർക്ക് വേണ്ടി വന്ന 2 കമ്മീഷനുകളുണ്ട്. നമുക്കറിയാം, SC/ST കമ്മീഷൻ എന്ന് പറയുന്നത്, പിന്നെ OBCക്കാരനെ കുറിച്ചിട്ടും, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. പിന്നെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും, പിന്നെ ഇവരിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഭിന്നലിംഗക്കാരുടെയും ഭിന്നശേഷിക്കാരുടെയും അവകാശം. അത് ഇവരിൽ പെട്ടത് എന്നല്ല. ഇത് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ, ദുർബല വിഭാഗം എന്ന് പറയുമ്പോൾ ഈ SC/ST, അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ഒക്കെ വരും. അതിൽ പെടാത്തതെന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഭിന്നലിംഗക്കാർ, ഭിന്നശേഷിക്കാർ എന്നതിലൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വയോജനങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയാം. 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വയോജനങ്ങൾ അല്ലെങ്കിൽ മുതിർന്ന പൗരൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ എവിടെ പോയാലും കണ്ടിട്ടുണ്ട്, ഒരു ഇലക്ഷന് പോയാൽ പോലും 60 വയസ്സായി പറഞ്ഞാൽ അവർക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവരിങ്ങനെ ക്യൂ നിൽക്കുമ്പോഴും അവർക്ക് ആവശ്യമില്ല. അതുപോലെ പല സ്ഥലങ്ങളിൽ പോയാൽ പോലും ചിലപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കൺസെഷൻ ഉണ്ടാവും. ബസ്സിലായാലും അവർക്ക് മുതിർന്ന പൗരന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എക്സ്ട്രാ സീറ്റുകളെല്ലാം ഉണ്ടാവും. അതാണ് ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് എന്ന് പറയുന്നത്? മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മുതിർന്ന പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ നടത്തിയ ഒരു പ്രത്യേക സമ്മേളനമുണ്ട്. വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് കൺവെൻഷൻ എന്നറിയപ്പെടുന്ന ഒരു അസംബ്ലിയുണ്ട്. ഏതാണ്? വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് കൺവെൻഷൻ എന്നാണ് അവ അറിയപ്പെടുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ്? ഒക്ടോബർ 1. അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ്? ഒക്ടോബർ 1. ഇത് ആചരിച്ചു തുടങ്ങിയതോ 1991 മുതലാണ്. പിന്നെ നമ്മുടെ നോട്ട്സിൽ കുറേയൊക്കെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ സ്പീഡ് ടൈപ്പ് ചെയ്ത് പോണതിൻ്റെ ചെറിയ തെറ്റുകുറ്റങ്ങളായിരിക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അന്താരാഷ്ട്ര വയോജക ദിനം ഒക്ടോബർ 1. അത് നമ്മൾ ആചരിച്ചു തുടങ്ങിയത് 1991. 2ൽ 1 ഉള്ളതുകൊണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഇത്തിരി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ലോകസഭ പാസ്സാക്കിയത്, അതായത് ഈ മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമം 2007 കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമം. അതെന്താണെന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയതും അംഗീകരിച്ചതുമായ വ്യവസ്ഥകൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച നിയമമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമം 2007 എന്ന് പറയപ്പെടുന്നത്. ഇത് ലോകസഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 5-നും രാജ്യസഭ പാസ്സാക്കിയത് 2007 ഡിസംബർ 6-നും രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2007 ഡിസംബർ 29-നുമാണ്. ഓക്കെ, ഒക്കെ 2007 തന്നെയാണ് വന്നിട്ടുള്ളത്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയത് എപ്പോഴാണ്? പക്ഷേ 2008 സെപ്റ്റംബർ 24-ലാണ്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കി തുടങ്ങിയത് 2008 സെപ്റ്റംബർ 24 മുതലാണ്. പിന്നെ പറയുകയാണ് പറഞ്ഞാൽ, വയോജന സംരക്ഷണ നിയമത്തിൽ 7 അധ്യായങ്ങളും 32 സെക്ഷനുകളുമാണുള്ളത്. എത്രയാണുള്ളത്? 7 അധ്യായങ്ങളും 32 സെക്ഷനുകളുമാണുള്ളത്. അതുപോലെ തന്നെ ഈ മുതിർന്ന പൗരന്മാർ അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വൈദ്യ ശുശ്രൂഷ, ചികിത്സ എന്നിവയ്ക്ക് വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഈ നിയമത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഈ മുതിർന്ന പൗരന്മാർക്കുള്ള
ഭക്ഷണം, വസ്ത്രം, ചികിത്സ അവരുടേതായ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതും കൂടിയാണ് ഈ നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് വയോജന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പറയാം. ആദ്യം നമുക്ക് പദ്ധതികൾ വായിച്ചു പോകാം. വയോജന ഹെൽപ്പ് ലൈൻ 145667, നമുക്ക് അറിയാം 4567, അതിൻ്റെ ഫ്രണ്ടിൽ 1 ഇട്ടാൽ മതി. അതാണ് വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. സ്വയം പ്രഭ ഹോം പദ്ധതി, വയോമിത്രം, സമാശ്വാസം, വയോമധുരം, വയോ അമൃതം പദ്ധതി, വയോരക്ഷാ പദ്ധതി എന്നിവയൊക്കെയാണ് ഇവർക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ എന്ന് പറയാം. ഇവയെക്കുറിച്ച് നമുക്ക് ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ടൊന്ന് വായിച്ചു പോകാം. അടുത്തത് വയോജന ഹെൽപ്പ് ലൈൻ പദ്ധതി 145667. ഇതെന്താ പറയുന്നത് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ വയോജന സൗഹൃദത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് സാമൂഹിക നീതി വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കിയ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനാണ് എന്ത് 145667 എന്ന് പറയുന്നത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസ്, സംസ്ഥാന സർക്കാർ എന്നിവർ ചേർന്നിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകൾ വയോജനങ്ങൾക്കായി ലഭ്യമാക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി, പെൻഷൻ, സർക്കാർ സന്നദ്ധ സ്ഥാപനങ്ങൾ നടത്തുന്ന വൃദ്ധസദനങ്ങൾ, വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഈ ഹെൽപ്പ് ലൈൻ വഴി ലഭിക്കുന്നുണ്ട്. അടുത്തത് സ്വയംപ്രഭ ഹോം പദ്ധതി. സ്വയംപ്രഭ ഹോം പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പദ്ധതിയാണ് എന്ത് സ്വയംപ്രഭ ഹോം പദ്ധതി എന്ന് പറയുന്നത്. ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലെ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കാണ് ഇത് നൽകിക്കൊണ്ടുവരുന്നത്. ആർക്കാണ് ഇത്? ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലെ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കുറഞ്ഞത് 20 ഗുണഭോക്താക്കൾക്കെങ്കിലും ഒരു സ്വയംപ്രഭ ഹോമിലൂടെ സേവനം നൽകാവുന്നതാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പഞ്ചായത്ത് തലത്തിൽ പകൽ ഒത്തുകൂടുന്നതിന് ഒരു സൗകര്യം ഉണ്ടാക്കുക എന്നതാണ് ഈ സ്വയംപ്രഭ ഹോം പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. അടുത്തത് വയോമിത്രം പദ്ധതി. എന്താണ് വയോമിത്രം പദ്ധതി? സംസ്ഥാനങ്ങൾക്ക് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജന ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം പദ്ധതി സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ നൽകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വയംപ്രഭ ഹോം പദ്ധതിയിൽ 60 വയസ്സായിരുന്നു. ഇപ്പോൾ പറഞ്ഞ വയോമിത്രം പദ്ധതിയിൽ 65 വയസ്സാണ്. ഇനി പറയുന്നത് ഇവരുടെ ഈ പദ്ധതിയിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത്. ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് മൊബൈൽ ക്ലിനിക് സേവനങ്ങളും, കിടപ്പ് രോഗികൾക്കായിട്ടുള്ള പാലിയേറ്റീവ് കെയർ സർവീസുകളും, സൗജന്യ ആംബുലൻസ് സേവനങ്ങളും, പിന്നെ വയോജനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്കുകൾ, ഇവയൊക്കെയാണ് ഇത് പറയുന്നത്. അടുത്തതാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഈ വയസ്സായ ആൾക്കാർക്ക് വൃക്ക തകരാർ സംഭവിച്ച് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്കയോ കരളോ മാറ്റിവെച്ച് സർജറിക്ക് വിധേയമായവർ, പിന്നെ ഹിമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ച സർജറി ചെയ്തവർ, അല്ലെ വൃക്ക തകരാറ് സംഭവിച്ചവർ, ഹീമോഫീലിയ രോഗികൾ, സിക്കിൾ സെൽ അനീമിയ രോഗികൾ എന്നിവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയമാവുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം 1100 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നുണ്ട്. പക്ഷേ ഇതിലെന്താണ് മാനദണ്ഡം പറഞ്ഞാൽ ഇവർ BPL കുടുംബമാകണം, ഇവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട്, നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. മറ്റ് ആനുകൂല്യം ലഭിക്കുന്നവർക്കും, സർക്കാരിൻ്റെ മറ്റ് പല ആനുകൂല്യം ലഭിക്കുന്നവർക്കും എന്താണ് ഈ
പ്രത്യേക ധനസഹായത്തിന് അർഹതയുണ്ടാകും. നമുക്ക് പല പദ്ധതികളും വേറെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടാതിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെയില്ല. പിന്നെ ഡയാലിസിസ് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ വൃക്ക തകരാറിലായവർക്ക് ഈ രക്തം ശുദ്ധീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ അതിന് വേറൊരു വഴി എന്നുള്ള ലെവലിലാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡയാലിസിസ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് 1100 രൂപ മാസത്തിൽ നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. അടുത്തത് വയോമധുരം പദ്ധതി. വയോമധുരം പദ്ധതി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ BPL വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത്. സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വയോമധുരം? സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. അടുത്തത് വയോ അമൃതം പദ്ധതി. വയോ അമൃതം പദ്ധതി 2014-15 കാലയളവിലാണ് ആരംഭിച്ചത്. വൃദ്ധസദനങ്ങൾ താമസിതരായ വ്യക്തികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. അതായത് ഏകദേശം എല്ലാ വൃദ്ധസദനത്തിലെ താമസക്കാരും വയോ അമൃതം പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് വയോരക്ഷാ പദ്ധതി. വയോരക്ഷാ പദ്ധതി എന്താണെന്ന് പറഞ്ഞാൽ ഇത് സാമൂഹിക നീതി വകുപ്പാണ് വയോരക്ഷാ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. സാമൂഹിക, സാമ്പത്തിക, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സഹായം എത്തിക്കുന്നതിലും അടിയന്തര സാഹചര്യങ്ങൾ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് മറ്റുള്ളവരേക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകുന്നതിനും വേണ്ടി നടപ്പിൽ വരുത്ത പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ. വയോജന ഹെൽപ്പ് ലൈൻ 14567, സ്വയംപ്രഭ ഹോം പദ്ധതി, വയോമിത്രം, സമാശ്വാസം, വയോമധുരം, വയോ അമൃതം, വയോരക്ഷാ പദ്ധതി. അതിൽ സമാശ്വാസമാണ് വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ളതും, മധുരമാണ് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയും. അടുത്തത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അവകാശ ഉടമ്പടിയാണ് UNCRPD എന്ന് പറയുന്നത്. എന്താണ് UNCRPD എന്ന് പറയുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അവകാശ ഉടമ്പടിയാണ്. ഇത് പൊതുസഭ അംഗീകരിച്ചത് 2006 ഡിസംബർ 13-നാണ്. ഇന്ത്യ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 2007 ഒക്ടോബർ 1-നാണ്. ഓക്കെ, അടുത്തത് ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം 2016. അതെന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ഭിന്നശേഷിക്കാരുടെ അവകാശം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ടതോ ആകസ്മികമായതോ ആയ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം എന്ന് പറയുന്നത്. ഇത് 1995-ലെ ഭിന്നശേഷിക്കാരുടെ നിയമം റദ്ദാക്കിക്കൊണ്ടാണ് 2016-ലെ നിയമം നിലവിൽ വന്നത്. എപ്പോഴത്തെ നിയമം റദ്ദാക്കിയിട്ട് 1995-ലെ നിയമം റദ്ദാക്കിയിട്ടാണ് 2016-ലെ നിയമം വന്നത്. ഇത് രാജ്യസഭ പാസ്സാക്കിയത് 2016 ഡിസംബർ 14-നും ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം ലോകസഭ പാസ്സാക്കിയത് 2016 ഡിസംബർ 16-നും രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഡിസംബർ 27-നുമാണ്. ഈ നിയമം നിലവിൽ വന്നത് 2017 ഏപ്രിൽ 19-നാണ്. ഈ നിയമത്തിൽ ആകെ 17 അധ്യായങ്ങളും 102 വകുപ്പുകളുമുണ്ട്. ഓക്കെ, ഈ നിയമത്തിൽ വൈകല്യം എന്ന് പറയേണ്ടത് എന്തൊക്കെ വൈകല്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ശാരീരിക വൈകല്യം, ഭൗതിക വൈകല്യം, ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൈകല്യം, മാനസിക രോഗം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെട്ട മറ്റേതെങ്കിലും വൈകല്യം. ശാരീരിക വൈകല്യം എന്ന് പറഞ്ഞാൽ അതിൽ ഈ ലോക്കോമോട്ടർ വൈകല്യത്തിലൊക്കെ കുഷ്ഠരോഗം, മസ്കുലർ ഡിസ്ട്രോഫി, വാമനത്വം, സെറിബ്രൽ പാൾസി, പിന്നെ ആസിഡ് ആക്രമണത്തിനിരയായവർ, അതുപോലെ കാഴ്ച വൈകല്യമുള്ള അന്ധത, ലോ വിഷനുള്ളവരും, കേൾവിക്കുറവുള്ള ബധിരർ, കേൾക്കാൻ പ്രയാസമുള്ളവരും, പിന്നെ സംസാരിക്കാൻ പ്രയാസമുള്ളവരും, ഭാഷാ വൈകല്യമുള്ള ആൾക്കാരും, പിന്നെ ഭൗതിക വൈകല്യത്തിൽ എന്താ പെടുന്നത് പറഞ്ഞാൽ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും, പിന്നെ മാനസിക രോഗം. പിന്നെ നമ്മൾ പറഞ്ഞു ചില കാരണങ്ങൾ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പറഞ്ഞു ന്യൂറോളജിക്കൽ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന വൈകല്യങ്ങളാണ്
ഹിമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ ഡിസീസസ്, പിന്നെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, പിന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ പല വൈകല്യങ്ങളുമാണ് ഇതിൽ പെടുന്നത്. ഇനി നമ്മൾ ഇവർക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ക്ഷേമ പദ്ധതികളുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികളാണ് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികളാണ്. അതിൽ ഒന്നാമത്തെ വരുന്നത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. പിന്നെ ശ്രേഷ്ഠം, പരിണയം പദ്ധതി, മാതൃജ്യോതി പദ്ധതി, സ്വാശ്രയ പദ്ധതി, അതിജീവനം പദ്ധതി, പ്രതീക്ഷ പദ്ധതി, പ്രത്യാശ പദ്ധതി, വിജയാമൃതം പദ്ധതി, സഹചാരി പദ്ധതി. പിന്നെ സ്വാശ്രയ പദ്ധതി, പരിരക്ഷാ പദ്ധതി, വിദ്യാകിരണം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി, ബാരിയർ ഫ്രീ കേരള പദ്ധതി, കൈവല്യ, കാതോര്യം, അനുയാത്ര, എംപവർ പദ്ധതി, സ്പെക്ട്രം പദ്ധതി, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി, പിന്നെ ഹെൽപ്പ് ഡെസ്ക്. ഇവയൊക്കെയാണ് പദ്ധതികളിൽ വരുന്നത്. അപ്പോൾ നിരാമയ പദ്ധതി എന്നാണ് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്ട്രിയുടെ നാഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവയുള്ളവർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷയായിട്ട് ഇവർക്ക് ലഭിക്കുന്നത്. ഇതിൽ APL BPL APLൻ്റെ 500-ഉം BPLൻ്റെ 250 രൂപയാണ് ഈ പദ്ധതിയിൽ ചേരുന്നതിന് നൽകേണ്ടത്. കേരളത്തിൽ ഈ പ്രീമിയം തുക സംസ്ഥാന സർക്കാരാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ശ്രേഷ്ഠം. അത് കലാകായിക രംഗത്ത് ഈ ഭിന്നലിംഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്നത്. കലാരംഗത്തും കായിക രംഗത്തും ഈ വൈകല്യമുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ അംഗീകരിച്ച് അവർക്ക് ധനസഹായം നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പരമാവധി 10,000 രൂപ വരെ ഓരോ ഗുണഭോക്താവിനും ഇതിലൂടെ നൽകുന്നത്. പിന്നെ പരിണയം പദ്ധതി, നമുക്ക് ആ പേര് കേട്ടാലേ അറിയാം, വിവാഹവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പരിണയം പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ളതായതുകൊണ്ട് ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്യുന്ന ചിലവിലേക്കായിട്ട് ധനസഹായം നൽകും. എത്രയെന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ ധനസഹായമായിട്ട് 30,000 രൂപ വിതരണം ചെയ്യും. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് മാതൃജ്യോതി പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം 2 വയസ്സുവരെ, കുട്ടിക്ക് 2 വയസ്സാവുന്നവരെ 2,000 രൂപ വെച്ചിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. സാമൂഹിക നീതി വകുപ്പാണ് ഈ ധനസഹായം പദ്ധതി നൽകുന്നത്. പിന്നെ വരുന്നത് സ്വാശ്രയ പദ്ധതി. സ്വയം തൊഴിൽ ആരംഭത്തിന് ഒറ്റത്തവണ ധനസഹായമായി 35,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത്. ഇത് BPL കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് സ്വാശ്രയ പദ്ധതി നൽകുന്നത്. പിന്നെ അതിജീവനം പദ്ധതി. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണ് അതിജീവനം പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ പ്രതീക്ഷാ പദ്ധതി. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസ പദ്ധതിയാണ് പ്രതീക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇതും സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതിയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ 2 കെയർ ഹോമുകളുണ്ട്. ഒന്ന് മലപ്പുറത്തെ തവനൂരിലെ പ്രതീക്ഷാ ഭവനും, പിന്നെ അത് വന്നിട്ട് തവനൂരിലെ പ്രതീക്ഷാ ഭവൻ പുരുഷന്മാർക്കുള്ളതും, പിന്നെ തൃശ്ശൂരിലുള്ളത് സ്ത്രീകൾക്കാണ് പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രത്യാശ പദ്ധതി. പ്രത്യാശ പദ്ധതി എന്താ പറയുന്നത് പറഞ്ഞാൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലേക്കും ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്ന സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലേക്കും മാനസിക രോഗം ഭേദമായിട്ടും സ്വന്തം വീട്ടിലേക്ക് പോകുവാനോ കുടുംബത്തെ കണ്ടെത്തുവാനോ കഴിയാത്ത അന്യ സംസ്ഥാനക്കാരെ സ്വന്തം ഭവനങ്ങളിലോ കുടുംബങ്ങളിലോ സ്വദേശത്തേക്കോ എത്തിക്കുന്ന പദ്ധതി. അതായത് ഈ അസുഖം മാറിയവർക്ക് അവരുടെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് വിജയാമൃതം പദ്ധതി. വൈകല്യത്തോട് പൊരുതിയിട്ട് ഡിഗ്രി PG കോഴ്സുകളൊക്കെ വിജയിച്ച് മുന്നോട്ട് വന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് എന്ത് പദ്ധതി എന്ന് പറയുന്നത്, വിജയാമൃതം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സഹചാരി പദ്ധതി. സഹചാരി പദ്ധതിയെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും
പഠനത്തിലും മറ്റ് കാര്യനിർവഹണത്തിലും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന NSS, NCC, SPC യൂണിറ്റിനെ ആദരിക്കുന്ന പദ്ധതിയാണ് സഹചാരി പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സ്വാശ്രയ പദ്ധതി. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 35,000 രൂപ ഒറ്റത്തവണ ഗ്രാൻഡായി നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഈ ശാരീരിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന സ്ത്രീകളെ, ഭർത്താവൊക്കെ ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് വേണ്ടി 35,000 രൂപ ഒറ്റത്തവണയായി ഗ്രാൻഡായി നൽകുന്ന സ്വയം തൊഴിൽ കണ്ടെത്താനായി ഗ്രാൻഡായി നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത പരിരക്ഷാ പദ്ധതി. പ്രത്യേക പരിചരണവും സംരക്ഷണവും അർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത്. അപകടം, ആക്രമണം, പ്രകൃതി ദുരന്തം എന്നിവയിൽ ഇരയാക്കപ്പെടുന്ന അംഗപരിമിതർക്കാണ് ഗുണഭോക്താക്കളായി വരുന്നത്. അടുത്തത് വിദ്യാ കിരണം പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണിത്. ഓരോ ജില്ലയിൽ നിന്ന് 25 കുട്ടികൾക്ക് വരെ 10 മാസത്തേക്ക് വിദ്യാഭ്യാസ സഹായം നൽകും. BPL കുട്ടികൾക്ക് സ്കോളർഷിപ്പും നൽകുന്നതാണ്. പിന്നെ വിദ്യാ ജ്യോതി പദ്ധതി. ഇത് സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ബാരിയർ ഫ്രീ കേരള. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കളക്ടർമാരുടെ ശുപാർശ പ്രകാരം പൊതുയിടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ബാരിയർ ഫ്രീ കേരള എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അടുത്തത് കൈവല്യ പദ്ധതി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാർക്കായി ആരംഭിച്ച സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണിത്. കൈവല്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് കായംകുളത്താണ്. അടുത്തത് കാതോരം പദ്ധതി. കാതോരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികളുടെ കേൾവി വൈകല്യം അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി ആവശ്യമായ ഇടപെടലുകളിലൂടെ പരിഹരിക്കുന്നതിനായുള്ള പദ്ധതിയാണ്. അനുയാത്ര പദ്ധതിയുടെ ഭാഗമായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച് വരുന്ന പദ്ധതിയാണ് കാതോരം. അപ്പോൾ നമുക്ക് പറഞ്ഞു അനുയാത്ര പദ്ധതി എന്ന് പറഞ്ഞു. അതെന്താണ് അനുയാത്ര പദ്ധതി എന്ന് പറയുന്നത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അതായത് അനുയാത്ര പദ്ധതി പ്രതിരോധ പ്രവർത്തനങ്ങൾ മുതൽ പുനരധിവാസം വരെയുള്ളതാണ്. പ്രതിരോധം മുതൽ പുനരധിവാസം വരെയുള്ളതാണ്. 2017 ജൂണിൽ അനുയാത്ര പദ്ധതി തിരുവനന്തപുരത്ത് വെച്ച് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന M. ഹമീദ് അൻസാരിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉപരാഷ്ട്രപതിയാണ്. ഈ പദ്ധതിയിലൂടെ എന്തൊക്കെയാണ് പറഞ്ഞാൽ ബോധവൽക്കരണം, പിന്നെ പ്രതിരോധ കുത്തിവെപ്പുകൾ, സ്ക്രീനിങ്, പിന്നെ ഇവരുടെ എല്ലാം കേന്ദ്രങ്ങളുടെയും ഇവരെ സംരക്ഷണ കേന്ദ്രങ്ങളുടെയും ശാക്തീകരണം, പിന്നെ കാതോരം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്നും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കേൾവി പരിശോധന എങ്ങനെയാണ്? സഞ്ചരിക്കുന്ന സേവന യൂണിറ്റുകൾ, കേൾവി പരിശോധനയ്ക്കായി സഞ്ചരിക്കുന്ന സേവന യൂണിറ്റുകളും ഓട്ടിസം സെൻ്ററുകൾ സ്ഥാപിക്കുക എന്നതും സ്പെഷ്യൽ അങ്കണവാടികൾ സ്ഥാപിക്കുക എന്നതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്തത് എംപവർ പദ്ധതി. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 20ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യമായി ഇന്ദ്രജാല പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പിന്നെ സ്പെക്ട്രം പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ 2018-19 ഓട്ടിസം കുട്ടികൾക്കായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ്. സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി പദ്ധതി എന്താണ് പറഞ്ഞാൽ വൈകല്യ മേഖലയിൽ പ്രത്യേക ഇടപെടലുകൾ നടത്തുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിലൂടെ ആരംഭിച്ച പദ്ധതിയാണിത്. റുബല്ല വാക്സിൻ നൽകി, MMR വാക്സിൻ നൽകിയും കേൾവി പരിശോധന പദ്ധതി നടത്തിയും ഈ ഇവർക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടാണ് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക്, അവരുടെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1800 120 1000 1800 പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഭിന്നശേഷിക്കാർ എന്നത് ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടിസം ബാധിച്ചവർ മാത്രമല്ല, കേൾവി വൈകല്യം, കാഴ്ച വൈകല്യം, മാനസിക രോഗം അങ്ങനെയുള്ള പിന്നെ ഈ ആസിഡ് ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ ഭൂകമ്പം അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ അംഗവൈകല്യം സംഭവിച്ചവരൊക്കെ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പദ്ധതികളുടെ പേര് മാത്രം ഒന്നുകൂടെ പറയാം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ശ്രേഷ്ഠം, പരിണയം പദ്ധതി, മാതൃജ്യോതി പദ്ധതി, സ്വാശ്രയ പദ്ധതി, അതിജീവനം പദ്ധതി, പ്രതീക്ഷ പദ്ധതി, പ്രത്യാശ പദ്ധതി,
വിജയാമൃതം പദ്ധതി, സഹചാരി പദ്ധതി, സ്വാശ്രയ പദ്ധതി, പരിരക്ഷാ പദ്ധതി, വിദ്യാകിരണം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി, ബാരിയർ ഫ്രീ കേരള, കൈവല്യ, കാതോരം, അനുയാത്ര, എംപവർ, സ്പെക്ട്രം, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി, ഹെൽപ്പ് ഡെസ്ക് ഇവയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അടുത്തത് ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2019 എന്ന് പറയുന്നത് ഇത് ലോക്സഭ പാസ്സാക്കിയ 2019 ഓഗസ്റ്റ് 5-നും രാഷ്ട്രപതി അംഗീകരിച്ച 2019 ഡിസംബർ 5-നുമാണ്. ഇത് നിലവിൽ വന്നത് 2020 ജനുവരി 10-നാണ്. അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. 2020 ജനുവരി 10-നാണ്. ഇതിൽ 9 അധ്യായങ്ങളും 23 വകുപ്പുകളുമുണ്ട്. 2014-ലാണ് സുപ്രീം കോടതി ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തെ 3-ാം ലിംഗമായി പ്രഖ്യാപിച്ചത്. ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ ശ്രീ തവർചന്ദ് ഗെലോട്ടാണ്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രിയായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 5-ഉം രാഷ്ട്രപതി അംഗീകരിച്ചത് 2019 ഡിസംബർ 5-ഉം നിലവിൽ വന്നത് 2020 ജനുവരി 10-മാണ്. ഇതിൽ 9 അധ്യായങ്ങളും 23 വകുപ്പുകളുമാണ് ഉള്ളത്. അടുത്തത് ഇവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കരുതൽ പദ്ധതി, പെട്ടെന്നുള്ള അപകടം, അസുഖം, പ്രകൃതി ദുരന്തം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം കണ്ടെത്തുന്നതിനായി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കരുതൽ പദ്ധതി എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൈപുണ്യ തൊഴിൽ പരിശീലന പദ്ധതി, അത് നമുക്ക് ആ പേരിൽ തന്നെയുണ്ട്, സൗജന്യ നൈപുണ്യ തൊഴിൽ പരിശീലന പദ്ധതിയാണ്. അവർക്ക് വേണ്ട തൊഴിൽ പരിശീലനം നേടുന്നതിനുള്ള ഫീസ്, താമസം, ഭക്ഷണം എന്നീ ചെലവുകൾ 5 ലക്ഷം രൂപ വീതം നൽകുന്നതിനായി ഓരോ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാർക്കും മുൻകൂറായി തുക അനുവദിക്കുന്ന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൈപുണ്യ തൊഴിൽ പരിശീലന പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സഫലം പദ്ധതി, ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്നതിനായി 1 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം പദ്ധതി. SRS പദ്ധതി, ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഭിന്നലിംഗ വ്യക്തികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് SRS പദ്ധതി. മഴവില്ല്, ഭിന്നലിംഗ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. ഇത് സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെയും വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുള്ള KDISC നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. പിന്നെ സുനീതി പോർട്ടൽ, കേരള സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, പ്രൊബേഷണർമാർ, കുറ്റകൃത്യത്തിനിരയായവർ, മറ്റ് ദുർബല ജനവിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്ന ക്ഷേമ പദ്ധതികൾക്കായുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള പോർട്ടലാണ് സുനീതി പോർട്ടൽ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-425-2147 എന്നാണ്. അടുത്തത് വരുന്നത് ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം. ഈ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് പൗരാവകാശ സംരക്ഷണ നിയമമാണ്. ഇതിൻ്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നായിരുന്നു. 1955-ലെ തൊട്ടുകൂടായ്മ നിരോധന നിയമമാണ് പിന്നീട് 1976-ൽ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പേര് മാറ്റിയത്. ഈ നിയമം നിലവിൽ വന്നപ്പോഴുള്ള പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ബാധകമായ നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17 നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം. നമുക്കറിയാം തൊട്ടുകൂടായ്മ നിരോധന നിരോധനം ആർട്ടിക്കിൾ 17 എന്ന്. ഇതിൽ പറയുകയാണ് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന മതപരമായ തൊട്ടുകൂടായ്മ, പിന്നെ സാമൂഹികപരമായ തൊട്ടുകൂടായ്മ, ഈ ആശുപത്രികളിലും മറ്റും വ്യക്തികളെ പ്രവേശിപ്പിക്കുന്നതിന് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്ന നിലയിൽ ചിലവർ ആശുപത്രിയിലോ അവർക്ക് വേണ്ട സ്ഥാപനങ്ങളിലോ കയറ്റാതിരിക്കുന്നത്, പിന്നെ സാധനങ്ങൾ വിൽക്കുന്നതിനോ സേവനങ്ങൾ നൽകുന്നതിനോ വിസമ്മതിക്കുക, അങ്ങനെ അതായത് നീ ഇന്ന ആളായതുകൊണ്ട് നിനക്ക് സാധനം തരില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റുമ്പോൾ അവർക്കൊക്കെ ശിക്ഷ നൽകുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. അതിൽ 17 സെക്ഷനുകളാണ് ഉള്ളത്. അടുത്തത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ലോകസഭ പാസ്സാക്കിയ 1989 ഓഗസ്റ്റ് 16-നും
രാജ്യസഭ പാസാക്കിയത് 1989 ഓഗസ്റ്റ് 18-നും ഈ നിയമം രാഷ്ട്രപതി അംഗീകരിച്ചത് 1989 നവംബർ 9-നുമാണ്. ഈ നിയമം നിലവിൽ വന്ന 1990 ജനുവരി 30-നാണ്. ഇത് 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2015-ലും 2018-ലും. ഇതിൽ 6 അധ്യായങ്ങളും 23 വകുപ്പുകളുമാണുള്ളത്. ഈ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെയുള്ള ചൂഷണം, അതിക്രമം നടത്തുന്നവർക്ക് എതിരെയുള്ള ശിക്ഷാ നടപടിയെക്കുറിച്ചാണ് ഈ നിയമത്തിൽ പറയുന്നത്. 2015-ലും 2018-ലും ഭേദഗതി ചെയ്തു പറഞ്ഞു. 2015-ലെ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അധ്യായമാണ് 14A എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ പട്ടികജാതി മാത്രമല്ല, ദേശീയ പട്ടികവർഗമായാലും അത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 338 പ്രകാരമാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത്. പട്ടികജാതിക്കാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുക, അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും എന്നിവയാണ് പട്ടികജാതി കമ്മീഷന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19-നാണ്. ആസ്ഥാനം ലോക് നായക് ഭവൻ, ന്യൂഡൽഹി. ആദ്യ ചെയർമാൻ സൂരജ് ബാനാണ്. ഇതിൽ 5 അംഗങ്ങളാണുള്ളത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സൺ, പിന്നെ ഒരു 3 അംഗങ്ങളുണ്ട്. ഇത് ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇത് നിയമനവും പിന്നെ അവരുടെ കാലാവധിയും രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ആ റിപ്പോർട്ട് പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്തത് പിന്നെ അതിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ ഏതൊരു റിപ്പോർട്ടും രാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർക്ക് കൈമാറും. ഗവർണർമാർ അത് അതാത് സംസ്ഥാന നിയമസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു എന്നും കൂടി പറയാം. അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ദേശീയ പട്ടികവർഗ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19-നാണ്. കമ്മീഷൻ്റെ ആസ്ഥാനം ലോക് നായക് ഭവൻ തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനം എന്താണ്? ലോക് നായക് ഭവൻ തന്നെയാണ്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ 2004 ഫെബ്രുവരി 19-ന് വന്നു. അപ്പോൾ തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷനും വന്നു 2004 ഫെബ്രുവരി 19. ഇതിൻ്റെ വർഷങ്ങൾ പിന്നെ ആസ്ഥാനങ്ങൾ എന്നിവയെല്ലാം ഒന്നാണ്. അതുപോലെ കാലാവധി, അംഗങ്ങളുടെ കാലാവധി, അംഗസംഖ്യ എന്നിവയെല്ലാം ഒരേത് തന്നെയാണ് വരുന്നത്. ഇതും 338 പ്രകാരം തന്നെ, ആർട്ടിക്കിൾ 338A പ്രകാരമാണ് പട്ടികവർഗ കമ്മീഷൻ വന്നത്. പട്ടികജാതി കമ്മീഷൻ 338 പ്രകാരവും. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗസംഖ്യ പട്ടികജാതി ആയാലും പട്ടികവർഗമായാലും ദേശീയ പട്ടികജാതി കമ്മീഷനിലെയും ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 5ആണ്. ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റ് 3 അംഗങ്ങൾ തന്നെയാണ്. ഇവിടെ 2 ഭാഗത്തും നിയമനവും ഇവരെ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. ഈ കമ്മീഷനുകൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇതിൽ 1 പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം 2-നുള്ളതും ആവും. പിന്നെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് രൂപീകരിച്ചത് 1993-ലാണ്. ഇപ്പോൾ നമ്മൾ 338 പ്രകാരം ദേശീയ ജാതി കമ്മീഷൻ വന്നു പറഞ്ഞു. 338A പ്രകാരം ദേശീയ പട്ടികവർഗ കമ്മീഷൻ വന്നു പറഞ്ഞു. 338B പ്രകാരമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ വന്നത്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അത്തരം ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകാനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഇത് ആദ്യം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. എന്നാൽ 2018-ലെ 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു. ദേശീയ പിന്നോക്ക കമ്മീഷൻ രൂപീകരിച്ചത് 1993-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇതിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 5 പേർ തന്നെയാണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. കാലാവധി സെയിം ആണ്, 3 വർഷമാണ്. ഇവയുടെയൊക്കെ ഏകദേശം കാലാവധി, ഇവ 3ഉം ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അവരുടെ അംഗങ്ങളുടെ എണ്ണസംഖ്യ 5 പേർ, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ.
പിന്നെ കാലാവധി 3 വർഷം തന്നെയാണ്. പിന്നെ ഈ അംഗങ്ങളുടെ നിയമനവും കാലാവധി തീരുമാനിക്കുന്നതും രാഷ്ട്രപതിയാണ്. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്കാണ്. ഈ രാഷ്ട്രപതിയാണ് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. രാഷ്ട്രപതിയാണ് റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. അടുത്തത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം 2007 കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരളത്തിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതിന് നിലവിൽ വന്ന നിയമമാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം 2007 എന്ന് പറയുന്നത്. ഇതിൽ 5 അധ്യായം 18 സെക്ഷനുകളുമുണ്ട്. ഈ SC/ST കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് 3ാമത്തെ സെക്ഷനാണ്. ഇതിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. അപ്പോൾ എത്ര പേരായി? ഒരു ചെയർമാൻ, 2 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി, 4 പേരാണ് കാണുന്നത്. പിന്നെ ചെയർപേഴ്സന്റെ യോഗ്യത എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. സംസ്ഥാന സർക്കാരാണ് ഇവരെ നിർദ്ദേശം ചെയ്യുന്നത്. ഇവരെ ചെയർമാന് നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഇത് കൂടാതെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേക അറിവുള്ള 2 അംഗങ്ങളെ കൂടി സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട്. 3 വർഷമാണ് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ കാലാവധി ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ഫസ്റ്റത്തെ, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതൊക്കെ 3 വർഷമാണെന്ന്. അംഗങ്ങളിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. അടുത്തത് വരുന്നത് ആരാണ്? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും അവകാശങ്ങൾ നേടിയെടുക്കാനും അത്തരം ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകാനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം ഈ പ്രസിദ്ധീകരിച്ച സമുദായമായിരിക്കണം ഇവയിൽ പെടുന്നത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ പെടുന്ന സമുദായങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായങ്ങളായിരിക്കും. ഇവരുടെ വിദ്യാഭ്യാസവും ക്ഷേമം, സംരക്ഷണം, ശാക്തീകരണം എന്നിവയ്ക്കുമായിട്ട് രൂപീകരിച്ച കമ്മീഷനാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 2013 മെയ് 15 നിയമം നിലവിൽ വന്നത് 2013 മെയ് 15 കമ്മീഷൻ രൂപീകരിച്ചത് 2013 ഓർഡിനൻസ് പ്രകാരം 2013 ജൂൺ 13 നിലവിൽ വന്നത് 2014. അപ്പോൾ പറയാം, നമുക്ക് നിയമം നിലവിൽ വന്നത് 2013 മെയ് 15 ഇത് ന്യൂനപക്ഷ കമ്മീഷൻ, കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഓർഡിനൻസ് 2013 പ്രകാരം കമ്മീഷൻ രൂപീകരിച്ചത് 2013 ജൂൺ 13 ന്യൂനപക്ഷ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 2014 ഈ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളിൽ ഉള്ളത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നതും 3 വർഷമാണ്. ഈ കമ്മീഷനിലെ അംഗങ്ങളും ചെയർമാനും രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിനാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെടുത്തത് അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. ഒരുവിധം എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തവണ കേട്ടാലൊന്നും പെട്ടെന്ന് ഇത് മനസ്സിലാവണമെന്നില്ല. വീണ്ടും കേൾക്കാൻ പറ്റിയാൽ കേൾക്കുക. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ ഇന്ന് നമ്മളടുത്ത ക്ലാസ്സിൽ വരുന്നത് വയോജന സംരക്ഷണ നിയമവും ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണവും ദേശീയ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗം, അതുപോരാതെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം, ന്യൂനപക്ഷം, പിന്നെ ഭിന്നലിംഗക്കാർ, ഭിന്നശേഷിക്കാർ എന്നിവയുടെ അവകാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ വയോജനങ്ങളുടെ അവകാശങ്ങളിൽ അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ 1 പറഞ്ഞു. 1991 മുതലാണ് ആചരിച്ച് തുടങ്ങിയത് എന്നും പറഞ്ഞു. ഇതിൽ 32 സെക്ഷനുകളും 7 അധ്യായങ്ങളുമാണ് ഉള്ളത് പറഞ്ഞു. ഇവരുടെ ക്ഷേമ പദ്ധതികൾ പറഞ്ഞു. വയോജന ഹെൽപ്പ് ലൈൻ 145667, സ്വയംപ്രഭ ഹോം പദ്ധതി, വയോമിത്രം, സമാശ്വാസം, വയോമധുരം, വയോ അമൃതം, വയോരക്ഷാ പദ്ധതി. പിന്നെ ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് 2007 ഒക്ടോബർ 1 UNCRPDയിൽ ഇന്ത്യ ഒപ്പുവെച്ചത് എന്ന് പറഞ്ഞു. ഇതിൽ 2016 അവകാശ നിയമം നമ്മൾ പറഞ്ഞു.
17 അധ്യായങ്ങളും 102 വകുപ്പുകളുമാണുള്ളത്. നിയമം നിലവിൽ വന്നത് 2017 ഏപ്രിൽ 19 എന്ന് പറഞ്ഞു. വൈകല്യം എന്നതിൽ നമ്മൾ പറഞ്ഞ പോലെ കാഴ്ച, കേൾവി, സംസാര വൈകല്യം, പിന്നെ ഓട്ടിസം, മാനസികമായ അസുഖമുള്ളവർ, ചില കാരണങ്ങൾ കൊണ്ടുള്ള വൈകല്യങ്ങൾ, ആസിഡ് ആക്രമണമായാലും പ്രകൃതി ദുരന്തം മൂലമുള്ള ആക്രമണങ്ങളിൽ വൈകല്യം വന്നവർ, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, അതുപോരാണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെട്ട മറ്റേതെങ്കിലും വൈകല്യമൊക്കെ ഇതിൽ വരും എന്ന് നമ്മൾ പറഞ്ഞു. ഇവർക്ക് വേണ്ട ക്ഷേമ പദ്ധതികളാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്, ശ്രേഷ്ഠം, പരിണയം പദ്ധതി. പരിണയം എന്നത് നമുക്കറിയാം, കല്യാണം, വിവാഹം, മാതൃജ്യോതി, സ്വാശ്രയ പദ്ധതി, അതിജീവനം, പ്രതീക്ഷ, പ്രത്യാശ, വിജയാമൃതം, സഹചാരി, സ്വാശ്രയ, പരിരക്ഷ, വിദ്യാകിരണം, വിദ്യാജ്യോതി, ബാരിയർ ഫ്രീ കേരള, കൈവല്യ, കാതോരം, അനുയാത്ര, എംപവർ പദ്ധതി, സ്പെക്ട്രം പദ്ധതി, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റി, ഹെൽപ്പ് ഡെസ്ക് എന്നിവയെല്ലാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു. പിന്നെ ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2019 നമ്മൾ പറഞ്ഞു. അതിൽ 9 അധ്യായങ്ങളും 23 വകുപ്പുകളുമാണുള്ളത്. നിലവിൽ വന്നത് 2020 ജനുവരി 10 എന്ന് പറഞ്ഞു. ഇവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതിയാണ് കരുതൽ പദ്ധതി, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള നൈപുണ്യ തൊഴിൽ പരിശീലനം പദ്ധതി, സഫലം പദ്ധതി, SRS പദ്ധതി, മഴവില്ല്, സുനീതി പോർട്ടൽ എന്ന് പറഞ്ഞു. പിന്നെ ദുർബല ജനവിഭാഗങ്ങളെ പറ്റി പറഞ്ഞു. ആദ്യം ഈ നിയമം തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 ആയിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ പേര് മാറ്റിയത്, പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കിയത്. ജവഹർലാൽ നെഹ്റുയുടെ കാലത്ത് ആയിരുന്നു ഈ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തായിരുന്നു. ഇത് 1976 ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കിയത്. അതിൽ 17 സെക്ഷനുകളുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം വന്ന പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 കുറിച്ച് പറഞ്ഞു. അതിൽ 6 അധ്യായങ്ങളും 23 വകുപ്പുകളുമാണുള്ളത്. നിയമം നിലവിൽ വന്നത് 1990 ജനുവരി 20 എന്ന് പറഞ്ഞു. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ഇനി പറയുന്നതെല്ലാം ഏകദേശം ഒരേ അംഗസംഖ്യ, ഒരേ കാലാവധി, പിന്നെ ഒരേ ആസ്ഥാനങ്ങളാണ്. നിലവിൽ വന്നത് പട്ടികജാതി വർഗ കമ്മീഷനും 2014 ഫെബ്രുവരി 19 ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്നും ഇതിൻ്റെ ആസ്ഥാനം ലോക്നായക് ഭവനാണെന്നും നമ്മൾ പറഞ്ഞു. പിന്നെ ആദ്യ ചെയർമാൻ സൂരജ് ഖാനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗങ്ങൾ 5 പേരാണ്. നിയമനം നീക്കം ചെയ്യൽ രാഷ്ട്രപതിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. 3 വർഷമാണ് കാലാവധി. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് എന്ന് പറഞ്ഞു. പിന്നെ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആസ്ഥാനം ലോക്നായക് ഭവൻ തന്നെയാണ്. ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ്. അംഗസംഖ്യ 5 ആണ്. കാലാവധി 3 വർഷമാണ്. ഇത് കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു. പിന്നെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അത് 1993 വന്നത്. നമ്മൾ പറഞ്ഞു ദേശീയ പട്ടികജാതി 338 ആർട്ടിക്കിൾ പ്രകാരവും പട്ടികവർഗം 338A പ്രകാരവും ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 338B പ്രകാരവുമാണ് വന്നത്. കാലാവധി 3 വർഷവും അംഗസംഖ്യ 5 തന്നെയാണ്. നിയമനം രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം 2007 കുറിച്ച് പറഞ്ഞു. ഇതിൽ 18 സെക്ഷനുകളാണ് ഉള്ളത് പറഞ്ഞു. 5 അധ്യായങ്ങളുണ്ട് പറഞ്ഞു. 3 വർഷമാണ് ഇവയുടെ കാലാവധി എന്നും കമ്മീഷന് ഒരു ചെയർമാനും 2 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. 2013 ജൂൺ 13 കമ്മീഷൻ നിലവിൽ വന്നത് എന്നും ഇതിൻ്റെ നിയമം നിലവിൽ വന്നത് 2014 ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഇതിൽ 3 അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറിയും ഉണ്ടെന്നും 3 വർഷമാണ് കാലാവധി എന്നും പറഞ്ഞു. രാജി സമർപ്പിക്കേണ്ടത് പക്ഷേ സംസ്ഥാന സർക്കാരിനാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.